നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. വാക്കുകൾക്ക് സ്നേഹം ചേർത്താൽ അവ വിശ്വാസമായി മാറും. വാക്കുകൾക്ക് കരുതൽ ചേർത്താൽ അവ ബന്ധങ്ങൾ പുനർനിർമ്മിക്കും. ഒരിക്കൽ തകർന്ന മനസ്സിനെ പോലും ഒരു ശരിയായ വാക്ക് വീണ്ടും ജീവിപ്പിക്കും. കേൾക്കാം ഇന്നത്തെ ശുഭദിന ചിന്ത. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പുഞ്ചിരികൾ. അതെ, ഇന്ന് ആഘോഷമാണ്. ജോയ ലൂക്കാസ്, ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ്. ഭോജ രാജാവിന്റെ പണ്ഡിത സദസ്സ് നടക്കുകയാണ്. മഹാപണ്ഡിതന്മാർ ആ സദസ്സ് അലങ്കരിക്കുന്നുണ്ട്. അവരോടായി രാജാവ് ഒരു ചോദ്യം ചോദിച്ചു. ഈ ലോകത്തിലെ ഏറ്റവും മധുരമുള്ളത് എന്തിനാണ്? എത്ര നിസ്സാരമായ ചോദ്യം എന്ന ഭാവത്തിൽ പലരും പല ഉത്തരങ്ങൾ പറഞ്ഞു. തേൻ, കൽക്കണ്ടം, കരിമ്പ്, ഉത്തരങ്ങൾ അങ്ങനെ നിരന്നു. പക്ഷേ ഈ ഉത്തരങ്ങളിലൊന്നും രാജാവ് തൃപ്തനായതേയില്ല. അതുവരെ സദസ്സിൽ നിശബ്ദനായിരുന്ന കവി കാളിദാസനോട് രാജാവ് തന്റെ ചോദ്യം ആവർത്തിച്ചു. കാളിദാസൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, രാജൻ, ഈ ലോകത്തിൽ ഏറ്റവും മധുരമുള്ളത് നല്ല വാക്കുകൾക്കാണ്. രാജാവ് കാളിദാസനെ ആലിംഗനം ചെയ്തു, ധാരാളം സമ്മാനങ്ങളും നൽകി. നമ്മുടെ ജീവിതത്തിൽ സന്ദർഭോചിതമായ വാക്കുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. വാക്കെന്നത് വിശ്വാസത്തിന്റെ ഉറപ്പാണ്. വാക്ക് സ്നേഹത്തിന്റെ ഭാഷയാണ്, അതുപോലെ തന്നെ വെറുപ്പിന്റെയും. വാക്കൊരു കരുതലാണ്, അകന്നുപോയവരെ അടുപ്പിക്കാനും ചേർത്ത് പിടിക്കാനുമുള്ള കരുതൽ. നമ്മൾ തകർന്ന് തരിപ്പണമായിരിക്കുമ്പോൾ ഇച്ഛാശക്തിയുള്ള വാക്കുകൾ മതി നമ്മളെ പുനരുജ്ജീവിപ്പിക്കാൻ. ഉപയോഗിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഇവിടെ ഒരുപോലെ പ്രാധാന്യമുണ്ട്. വേണ്ടത് വേണ്ടപ്പോൾ മാത്രം പറയുന്നവരാണ് വാക്കുകളെ മനോഹരമാക്കുന്നത്. അതെ, വാക്ക് സത്യമാണ്. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്.